Welcome to VBY ITI Kalpagancheri official YouTube channel. First year Draftsman Civil Tradeile Surveying എന്ന ടോപ്പിക്കിലെ ചില ക്വസ്റ്റ്യൻസ് ആണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അടുത്ത ചോദ്യം, What is the name of triangle formed by joining the ground points? ഗ്രൗണ്ട് പോയിന്റ്സ് ജോയിൻ ചെയ്തിട്ട് ഉണ്ടാവുന്ന ട്രയാങ്കിളിനെ എന്താണ് പറയുന്നത് എന്നാണ് ചോദ്യം. ഈ ചോദ്യം കണ്ടു കഴിഞ്ഞാൽ നമുക്കത് ഏത് പോർഷനിലേതാണ് എന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഗ്രൗണ്ട് പോയിന്റ്സിനെ നമ്മൾ ഡ്രോയിങ് ഷീറ്റിലേക്ക് സൈറ്റിൽ നിന്ന് തന്നെ കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു മെത്തേഡ് പ്ലെയിൻ ടേബിൾ സർവേയിങ്ങിലാണ് ഉള്ളത്. പ്ലെയിൻ ടേബിൾ സർവേയിങ്ങിൽ നമ്മൾ പല മെത്തേഡ്സും പഠിച്ചിട്ടുണ്ട്. അതിൽ റിസെക്ഷൻ മെത്തേഡ് സാധാരണ നമ്മൾ ഇൻസ്ട്രുമെൻ്റ് വെച്ചിട്ടുള്ള സ്റ്റേഷൻ നമുക്ക് അറിയുന്നുണ്ടായി, സർവേ പോയിന്റ്സ് നമുക്ക് അറിയുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ നമുക്ക് ഈ കേസിൽ റിസെക്ഷൻ മെത്തേഡിൽ നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് സ്റ്റേഷൻ ഏതാണോ എന്ന് കണ്ടുപിടിക്കാനാണ് ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അതിൽ തന്നെ രണ്ട് മെത്തേഡ്സ് ഉണ്ട്, 2 പോയിൻറ്റ് പ്രോബ്ലം ആൻഡ് 3 പോയിൻറ്റ് പ്രോബ്ലം. അതിനകത്ത് 3 പോയിൻറ്റ് പ്രോബ്ലത്തിലെ 3 മെത്തേഡ്സ് ആണ് ബൈ മെക്കാനിക്കൽ മെത്തേഡ് ഓർ ട്രേസിംഗ് പേപ്പർ മെത്തേഡ്, second one by graphical method or Bessel's method, and the third one by trial and error method. റിസെക്ഷൻ മെത്തേഡിൽ ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. അതിൻ്റെ പേരിൽ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെയാണ് അതിൻ്റെ ഫങ്ഷനും. ട്രയലായിട്ട് നമ്മളൊരു ട്രയാങ്കിൾ ഗ്രൗണ്ട് പോയിൻറ്റ്സിനെ നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണ്. അതിനുശേഷം ടേബിൾ റൊട്ടേറ്റ് ചെയ്തിട്ട് എഗെയിൻ ആൻഡ് എഗെയിൻ നമ്മൾ ഈ ഗ്രൗണ്ട് പോയിൻറ്റ്സിനെ പ്ലോട്ട് ചെയ്യാണ്. അറ്റ് ലാസ്റ്റ് ഏറ്റവും ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടും, നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് സ്റ്റേഷൻ ഏതാണ് എന്ന് ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഗ്രൗണ്ടിലുള്ള ആ സർവേ പോയിൻറ്റ്സ് തമ്മിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന ആ ഒരു വലിയ ട്രയാങ്കിൾ, അതിനെ എന്ത് പേരാണ് വിളിക്കുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിനെ വിളിക്കുന്ന പേര് ഗ്രേറ്റ് ട്രയാങ്കിൾ. ഈ ഗ്രേറ്റ് ട്രയാങ്കിൾസിൽ ഉള്ള ആ പോയിൻറ്റ്സ്, ആ 3 കോർണർ പോയിൻറ്റ്സിൽ കൂടെ പാസ് ചെയ്യുന്ന സർക്കിളിനെ പറയുന്ന പേരാണ് ഗ്രേറ്റ് സർക്കിൾ. The circle passing through these points called as great circle. അടുത്ത ചോദ്യം, What is the method of survey? ഈ ഫിഗറിനകത്ത് കാണിച്ചിട്ടുള്ള സർവേ മെത്തേഡ് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഈ ഫിഗർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, ഗ്രൗണ്ട് പോയിൻറ്റ്സും ഉണ്ട്, അതുപോലെ തന്നെ ഡ്രോയിങ് ഷീറ്റിൽ പ്ലോട്ട് ചെയ്ത പോയിൻറ്റ്സും ഉണ്ട്. ഗ്രൗണ്ടിൽ തന്നെ ഡ്രോയിങ് ഷീറ്റിലേക്ക് പ്ലോട്ട് ചെയ്യുന്നത് പ്ലെയിൻ ടേബിൾ സർവേയിലാണ് എന്നാണ് ആദ്യം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ഇനി വീണ്ടും ആ ഒരു ഫിഗർ ഒബ്സർവ് ചെയ്യുമ്പോൾ ഗ്രൗണ്ടിലെ പോയിൻറ്റ്സ് എ ബി സി എന്ന് പറയുന്ന 3 പോയിൻറ്റ്സ് ആണ് കാണിച്ചിട്ടുള്ളത്. അതിൽ ബി പോയിന്റിലാണ് പ്ലെയിൻ ടേബിൾ ആദ്യം വെച്ചിട്ടുള്ളതായിട്ട് കാണിക്കുന്നത്. അതിനകത്ത് എ ബി ആൻഡ് സി ഡാഷ് എന്നുള്ള പോയിൻറ്റ്സ് ആണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കണം അത് റിസെക്ഷൻ മെത്തേഡാണ് എന്നുള്ള. കാരണം അടുത്ത ഒരു പോയിന്റ് സി എന്നുള്ള പോയിന്റ് സിയിൽ പ്ലെയിൻ ടേബിൾ വെച്ചപ്പോഴാണ് കറക്റ്റായിട്ട്
ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് തന്നെയാണ് റിസെക്ഷൻ മെത്തേഡിൻ്റെ പ്രത്യേകതയും. റിസെക്ഷൻ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റേഷൻ പോയിൻ്റ് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റിസെക്ഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. നമ്മൾ മുൻപ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സാധാരണ നമ്മൾ ഗ്രൗണ്ട് പോയിൻറ്റ്സ് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഏതാണ് സർവേ പോയിൻറ്റ്സ് അത് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻ്റർസെക്ഷൻ മെത്തേഡ്, റേഡിയേഷൻ മെത്തേഡ് അങ്ങനത്തെ മെത്തേഡ്സൊക്കെ യൂസ് ചെയ്യാറുള്ളത്. ഇത് ഏതാണോ ഇൻസ്ട്രുമെൻ്റ് വെക്കുന്ന ഇൻസ്ട്രുമെൻറ്റ് സ്റ്റേഷൻ പോയിൻ്റ്, ആ ഒരു പോയിൻ്റ് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് റിസെക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. റിസെക്ഷൻ മെത്തേഡ് വഴി നമുക്ക് ഇൻസ്ട്രുമെൻറ്റ് സ്റ്റേഷൻ ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻസ്ട്രുമെൻറ്റ് സ്റ്റേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മറ്റുള്ള സർവേ പോയിൻറ്റ്സ് ലൊക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇൻ്റർസെക്ഷൻ മെത്തേഡോ അല്ലെങ്കിൽ റേഡിയേഷൻ മെത്തേഡോ യൂസ് ചെയ്ത് നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ഫിഗർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇങ്ങനൊരു ഫിഗർ കാണുമ്പോൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ട ഒരു കാര്യം, സി എന്ന പോയിൻ്റ് അവിടെയാണ് ആ ട്രയാങ്കിൾ കംപ്ലീറ്റ് ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സി എന്ന പോയിൻ്റാണ് നമുക്ക് ലൊക്കേറ്റ് ചെയ്യേണ്ടത്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, സി എന്ന പോയിൻ്റ് നമുക്ക് ലൊക്കേറ്റ് ചെയ്യാനായിട്ട് ആദ്യം ഒരു ബേസ് ലൈനാണ് കൺസിഡർ ചെയ്യുന്നത്. എ ബി എന്ന് പറയുന്ന ഒരു ബേസ് ലൈൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. ടേപ്പ് വെച്ച് ആ ബേസ് ലൈനിൻ്റെ മെഷർമെൻറ്റ് ആക്യുറേറ്റ് ആയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ബി എന്ന പോയിന്റിൽ നമ്മൾ പ്ലെയിൻ ടേബിൾ ഫിക്സ് ചെയ്യുകയാണ്. പ്ലെയിൻ ടേബിൾ ഫിക്സ് ചെയ്യുമ്പോൾ ലെവലിംഗ്, സെൻറ്ററിങ് ആൻഡ് ഓറിയൻറ്റിങ് ഇതെല്ലാം കറക്റ്റായിട്ട് ചെക്ക് ചെയ്തിട്ട് വേണം ഫിക്സ് ചെയ്യാൻ. ഓറിയൻറ്റേഷൻ ചെയ്യുന്നത് നമുക്കറിയാം. അപ്പോൾ ആദ്യം നമ്മൾ പ്ലോട്ട് എ ബി എന്ന ബേസ് ലൈനാണ് ചെയ്യുന്നത്. അതിനുശേഷം എ ബി ലൈനിൽ എന്ത് ചെയ്യാണ്, അലിഡേഡ് ഫിക്സ് ചെയ്തതിന് ശേഷം എനെ ബാക്ക് സൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ ഓറിയൻറ്റേഷൻ ചെയ്യുന്നത്. അതിനുശേഷം അലിഡേഡ് നമ്മൾ സി എന്ന പോയിന്റിലേക്ക് പോയിൻ്റ് ഔട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. സി എന്ന പോയിൻ്റ് ഗ്രൗണ്ട് പോയിൻ്റ് സൈറ്റ് ചെയ്തതിന് ശേഷം ഒരു റേ വരച്ച് നമ്മൾ ഷീറ്റിൽ സി ഡാഷ് എന്ന പോയിൻ്റ് മാർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാണ്, പ്ലെയിൻ ടേബിൾ ഗ്രൗണ്ടിലെ സി എന്ന പോയിന്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. നമ്മൾ എവിടെയാണോ സി ഡാഷ് മാർക്ക് ചെയ്തിട്ടുള്ളത് അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാണ്, ആ ഒരു പ്ലെയിൻ ടേബിളിനെ ഓറിയൻറ്റേഷൻ ചെയ്യാണ്. ഓറിയൻറ്റേഷൻ ബൈ ബാക്ക് സൈറ്റിങ് ബി. ബി എന്ന പോയിന്റിലേക്ക് ബാക്ക് സൈറ്റ് ചെയ്ത് അതിനെ ഓറിയൻറ്റേഷൻ ചെയ്യാണ്. അതിനുശേഷം നമ്മൾ എ ബി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ബേസ് ലൈനിൽ എ എന്ന പോയിന്റിൽ അലിഡേഡ് പിവോട്ട് ചെയ്തതിന് ശേഷം എയിനെ സൈറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എയിനെ സൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രൗണ്ടിലെ എ എന്ന പോയിന്റിനെയാണ് സൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു അലൈൻമെൻറ്റ് കിട്ടുകയാണ്. അതിലൂടെ നമ്മളൊരു റേ വരയ്ക്കുകയാണ്. അപ്പോൾ ആദ്യം വരച്ച ബി സി ഡാഷ് എന്ന റേയും നമ്മൾ വീണ്ടും വരച്ച ഈ എയിലൂടെ വരച്ചിട്ടുള്ള ആ ഒരു റേയും തമ്മിൽ എവിടെയാണോ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് അതാണ് നമ്മുടെ ആക്ച്വൽ സി എന്ന ഇൻസ്ട്രുമെൻറ്റ് സ്റ്റേഷൻ. അപ്പോൾ ഇത്രയാണ് ഒരു റിസെക്ഷൻ മെത്തേഡ്. അടുത്ത ചോദ്യം, വാട്ട് ബെഞ്ച്മാർക്ക് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ഫോർ ഷോർട്ട് ഡ്യൂറേഷൻ സച്ച് ആസ് അറ്റ് ദ എൻഡ് ഓഫ് എ ഡേയ്സ് വർക്ക്? ഒരു ഷോർട്ട് ഡ്യൂറേഷൻ വരുന്ന വർക്കിന് വേണ്ടിയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ബെഞ്ച് മാർക്ക് ഏതാണ് എന്നാണ് ചോദ്യം. ബെഞ്ച് മാർക്ക് എന്ന ടേം ഏത് ഭാഗത്തു നിന്നാണ് വരുന്നത് എന്നാണ് ഈ ചോദ്യം കേൾക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്.
സർവേയിങ്ങിൽ ലെവലിംഗ് എന്ന പോർഷനിലാണ് ബെഞ്ച് മാർക്ക് വരുന്നത്. എന്താണ് ബെഞ്ച് മാർക്ക്? എ ബെഞ്ച് മാർക്ക് ഈസ് ദ റെഫറൻസ് പോയിന്റ് ഓഫ് നോൺ എലിവേഷൻ. എലിവേഷൻ ഓൾറെഡി നമുക്ക് അറിയാവുന്ന ഒരു പോയിന്റിനെ, റെഫറൻസ് പോയിന്റിനെയാണ് ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത്. എന്താണ് എലിവേഷൻ? എലിവേഷൻ എന്ന് പറയുന്നത് എർത്ത് സർഫസിൽ നിന്നും ഒരു പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസിനെയാണ് എലിവേഷൻ എന്ന് പറയുന്നത്. എർത്ത് സർഫസിൽ നിന്നും ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് ഉള്ള ഹൈറ്റ് ഓർ ഡിസ്റ്റൻസ്, അതിനെയാണ് നമ്മൾ എലിവേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ എലിവേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ലെവലിംഗ്. നമുക്കറിയാം, എർത്ത് സർഫസ് എപ്പോഴും പ്ലെയിൻ ആയിരിക്കില്ല. അത് പല സ്ഥലത്തും വേരിയേറ്റ് ചെയ്തുകൊണ്ടായിരിക്കും. ഹില്ലി ഏരിയാസിലാണെങ്കിൽ അത് ഉയർന്നിട്ടായിരിക്കും. അതുപോലെ തന്നെ വാലീസിലാണെങ്കിൽ അത് താഴ്ന്നിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു റെഫറൻസ് ഒബ്ജക്റ്റിനെ എടുക്കുകയാണ്. ഓരോ ഏരിയയിലും ഓരോ റെഫറൻസ് ഒബ്ജക്റ്റിനെ എടുക്കുകയാണ്. അതിൻ്റെ എലിവേഷൻ നമ്മൾ ഓൾറെഡി മെഷർ ചെയ്തിട്ടുണ്ടായിരിക്കും. അതിനെയാണ് ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത്. ഡിപ്പെൻഡിങ് അപ്പോൺ ദ പെർമനൻസി ആൻഡ് ദ പ്രിസിഷൻ, benchmark can be divided as GTS benchmark, permanent benchmark, temporary benchmark and arbitrary benchmark. Types of benchmarking. First one, GTS or Great Trigonometrical Survey benchmark. Survey of India Department ഇന്ത്യക്കകത്ത് ഓരോ 100 കിലോമീറ്റേഴ്സ് ഇൻ്റർവെൽസിലും ഓരോ ബെഞ്ച് മാർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. മുംബൈയിലെ മീൻ സീ ലെവൽ, സമുദ്രനിരപ്പിനനുസരിച്ചിട്ടാണ് ഈ ബെഞ്ച് മാർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്തത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഓരോ 100 കിലോമീറ്റേഴ്സ് ഇൻ്റർവെൽസിലാണ് ബെഞ്ച് മാർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഏരിയനെ ബേസ് ചെയ്തിട്ട് സർവേ ഉണ്ടാകുമ്പോൾ നമ്മൾ റെഫറൻസ് ആയി എടുക്കുന്നത് ഈ ബെഞ്ച് മാർക്കായിരിക്കും. അതിനെയാണ് GTS ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, പെർമനൻറ്റ് ബെഞ്ച് മാർക്ക്. നമ്മൾ നേരത്തെ GTS ബെഞ്ച് മാർക്ക് പറഞ്ഞു. ഓരോ 100 കിലോമീറ്റേഴ്സിന് ഇൻ്റർവെൽസിലാണ് ഈ GTS ബെഞ്ച് മാർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇതിനകത്ത് നമ്മുടെ PWD പോലെയുള്ള ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഈ GTS ബെഞ്ച് മാർക്കിനകത്ത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ചില ബെഞ്ച് മാർക്കിനെയാണ് പെർമനൻറ്റ് ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ ലോക്കലായിട്ടുള്ള സർവേസിനൊക്കെ നമ്മൾ ഈ പെർമനൻറ്റ് ബെഞ്ച് മാർക്ക് യൂസ് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ, കിലോമീറ്റർ സ്റ്റോൺ അഥവാ മൈൽ സ്റ്റോൺ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അതാണ് പെർമനൻറ്റ് ബെഞ്ച് മാർക്കിൻ്റെ ഒരു എക്സാമ്പിൾ. ഈ GTS ബെഞ്ച് മാർക്കിൻ്റെ ഇൻ ബിറ്റ്വീനായിട്ട് ഒരുപാട് കിലോമീറ്റേഴ്സ് സ്റ്റോൺസ് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഫർദർ സർവേസിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ കിലോമീറ്റർ സ്റ്റോൺസ് ആയിരിക്കും. പെർമനൻറ്റ് ബിൽഡിംഗ് സ്ട്രക്ചേഴ്സ് ഉണ്ടായിരിക്കും, ലൈക്ക് ടെമ്പിൾ, ചർച്ച്, മോസ്ക്. അങ്ങനത്തെ പെർമനൻ്റ് ആയിട്ടുള്ള ബിൽഡിംഗ് സ്ട്രക്ചേഴ്സിൻ്റെ ടോപ്പ് പോർഷൻ, അതുപോലെ കോർണർ ഓഫ് പ്ലിന്ത്, ഇതെല്ലാം നമ്മൾ എന്തായിട്ട് എടുക്കാറുണ്ട്, പെർമനൻറ്റ് ബെഞ്ച് മാർക്കായിട്ട് എടുക്കാറുണ്ട്. നെക്സ്റ്റ് വൺ, ആർബിട്രറി ബെഞ്ച് മാർക്ക്. സ്മോൾ ലെവലിംഗ് വർക്കിനാണ് നമ്മൾ ആർബിട്രറി ബെഞ്ച് മാർക്ക് യൂസ് ചെയ്യാറുള്ളത്. ചെറിയ വർക്കൊക്കെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ ഏരിയയിൽ ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് കണ്ടുപിടിച്ച് അതിൻ്റെ
എലിവേഷൻ വെൽ എസ്റ്റാബ്ലിഷ് ചെയ്യും, വെൽ ഡിഫൈൻ ചെയ്യും. അതിനെ ബേസ് ചെയ്തിട്ടാണ് ആ ഏരിയയിൽ നമ്മൾ സർവേ പോയിൻറ്റ്സിൻ്റെ എലിവേഷൻസ് കണ്ടുപിടിക്കുന്നത്. അതിനെയാണ് ആർബിട്രറി ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ടെമ്പററി ബെഞ്ച് മാർക്ക്. ടെമ്പററി ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത് അതിൻ്റെ പേരിൽ തന്നെയുണ്ട്. ചെറിയ ഡ്യൂറേഷനുള്ള വർക്ക്, ഒരു 1 day വർക്കൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഒരു താൽക്കാലികമായിട്ട് ഒരു ബെഞ്ച് മാർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യും. അതിനെയാണ് ടെമ്പററി ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ അതായിരുന്നു, വാട്ട് ബെഞ്ച് മാർക്ക് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ഫോർ ഷോർട്ട് ഡ്യൂറേഷൻ സച്ച് ആസ് അറ്റ് ദ എൻഡ് ഓഫ് എ ഡേയ്സ് വർക്ക്. ആൻസർ, ടെമ്പററി ബെഞ്ച് മാർക്ക്. അടുത്ത ചോദ്യം, വിച്ച് കോളം ഈസ് യൂസ്ഡ് ദ ഫസ്റ്റ് എൻട്രി ഇൻ ദ ലെവൽ ബുക്ക് പേജ്. ഒരു ലെവൽ ബുക്ക് പേജിൽ ആദ്യത്തെ കോളം എന്തിനാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പോൾ ലെവൽ ബുക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ലെവലിംഗ് ചെയ്യുമ്പോൾ ഒരുപാട് റീഡിങ്സ് എടുക്കേണ്ടി വരുന്നുണ്ട്. അതെല്ലാം നോട്ട് ചെയ്ത് വെക്കാനുള്ള ഒരു ഫീൽഡ് ബുക്ക് ഓർ എ നോട്ട് ബുക്ക്, അതിനെയാണ് ലെവൽ ബുക്ക് എന്ന് പറയുന്നത്. ലെവൽ ബുക്കിൻ്റെ ലെഫ്റ്റ് സൈഡ്, ഓരോ പേജിലും ലെഫ്റ്റ് സൈഡ് സ്റ്റാഫ് റീഡിങ്സ് നോട്ട് ചെയ്ത് വെക്കാനാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ റൈറ്റ് റിമാർക്സ് നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ലെഫ്റ്റ് സൈഡ് സ്റ്റാഫ് റീഡിംഗ് ആണ് നോട്ട് ചെയ്ത് വെക്കുന്നത്. സ്റ്റാഫ് റീഡിങ്ങിൽ നമ്മൾ ആദ്യം എന്താണ് എടുക്കുന്നത്, ഒരു ലെവലിൽ ആദ്യം എടുക്കുന്ന റീഡിംഗ് അത് ബെഞ്ച് മാർക്കിലേക്കായിരിക്കും. ലെവലിംഗ് ചെയ്യുമ്പോൾ ബെഞ്ച് മാർക്കിലേക്ക് എടുക്കുന്ന റീഡിങ്ങിന് നമ്മൾ പറയുന്ന പേര് ബാക്ക് സൈഡ് ഓർ BS എന്നാണ്. സോ ദ ആൻസർ ഈസ് ബാക്ക് സൈഡ്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ സ്മോളസ്റ്റ് ഗ്രാജുവേറ്റഡ് ഡിവിഷൻ ഇൻ ലെവലിംഗ് സ്റ്റാഫ്. ഒരു ലെവലിംഗ് സ്റ്റാഫിലെ ഏറ്റവും ചെറിയ ഡിവിഷൻ ഏതാണ് എന്നാണ് ചോദ്യം. ഈ ചോദ്യം തന്നെ ലീസ്റ്റ് കൗണ്ട് എത്രയാണ് എന്ന രീതിയിലും ചോദിക്കാറുണ്ട്. ഏറ്റവും ചെറിയ ഡിവിഷനെയാണ് ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്. ആദ്യം നമുക്ക് ലെവലിംഗ് സ്റ്റാഫ് എന്താണ് എന്ന് നോക്കാം. A leveling staff is a straight rectangular wooden rod graduated into meters and smaller divisions. ലെവലിംഗ് സ്റ്റാഫ് എന്ന് പറയുമ്പോൾ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള റെക്റ്റാങ്കുലർ വുഡൻ റോഡിനെയാണ്. അതിൽ ഗ്രാജുവേഷൻസ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. ഏതളവിലാണ് ഗ്രാജുവേഷൻസ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കുക? മീറ്റേഴ്സ് ആൻഡ് സ്മോളർ. ലെവലിംഗ് സ്റ്റാഫിൻ്റെ ഏറ്റവും ബോട്ടം ലെവലിലുള്ള റീഡിംഗ് 0 റീഡിംഗ് ആയിരിക്കും. ലെവലിംഗ് സ്റ്റാഫ് യൂസ് ചെയ്യുന്നത് ലൈൻ ഓഫ് സൈറ്റിൻ്റെ എത്രത്തോളം മുകളിലാണ് അല്ലെങ്കിൽ താഴെയാണ് എന്ന് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലെവലിംഗ് സ്റ്റാഫ് യൂസ് ചെയ്യുന്നത്. ദ ലെവലിംഗ് സ്റ്റാഫ് ഈസ് യൂസ്ഡ് ടു ഡിറ്റർമിൻ the amount of height of depth by which the point is above or below the line of sight. ഒരു ലെവലിംഗ് സ്റ്റാഫിൽ ഗ്രാജുവേഷൻസ് മാർക്ക് ചെയ്തിട്ടുള്ളത് മീറ്റർ ലെങ്ത്തിലാണ്. മീറ്റർ ലെങ്ത്തിനെ 10 മെയിൻ ഡിവിഷൻസായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു ഡിവിഷൻ 10 സെൻറ്റിമീറ്റർ ഓർ 1 ഡെസിമീറ്റർ ആയിരിക്കും. 10 സെൻറ്റിമീറ്ററിനെ വീണ്ടും 20 സ്ട്രിപ്സായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 20 സ്ട്രിപ്സിൽ ഓൾട്ടർനേറ്റ് ആയിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്ട്രിപ്സാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഒരു സ്ട്രിപ്പിൻ്റെ വിഡ്ത്ത് 5 mm ആണ്. അതുകൊണ്ട് തന്നെ
ലെവലിങ്ങിൽ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ കഴിയുന്ന ചെറിയ വാല്യൂ 5 mm ആയിരിക്കും. ദാറ്റ് ഈസ് ദ ലീസ്റ്റ് കൗണ്ട് ഈസ് 0.005 meter. So the answer is 0.005 meter. അടുത്ത ചോദ്യം, what is the term for rotating the telescope in horizontal plane about its vertical axis? തിയോഡലൈറ്റ് സർവേയിൽ സിമ്പിൾ ആൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ടേംസ് ആണ് സ്വിംഗ് ആൻഡ് ട്രാൻസിറ്റ്. വെർട്ടിക്കൽ ആക്സിസിനെ ബേസ് ചെയ്ത് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ടെലിസ്കോപ്പ് റൊട്ടേറ്റ് ചെയ്യുന്നതിനെയാണ് സ്വിംഗ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ റൊട്ടേറ്റ് ചെയ്യുന്നത്? സിമ്പിളായിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയാം. നമ്മളൊരു സൈക്കിളിൻ്റെയോ അല്ലെങ്കിൽ ഒരു ബൈക്കിൻ്റെയോ ഹാൻഡിൽസ് ശ്രദ്ധിക്കുക. അത് നമുക്ക് എങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യാൻ കഴിയുന്നത്? രണ്ട് സൈഡിലേക്കുമാണ് റൊട്ടേറ്റ് ചെയ്യാൻ കഴിയുന്നത്. അത്തരത്തിലുള്ള റൊട്ടേഷനെയാണ് ഹൊറിസോണ്ടൽ പ്ലെയിനിലുള്ള റൊട്ടേഷൻ എന്ന് പറയുന്നത്. അതുപോലെ വെർട്ടിക്കൽ ആക്സിസിനെ ബേസ് ചെയ്ത് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ റൊട്ടേറ്റ് ചെയ്യുന്നതിനെയാണ് സ്വിംഗ് ഓർ സ്വിംഗിങ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ ലീസ്റ്റ് കൗണ്ട് ഓഫ് തിയോഡലൈറ്റ് ഇൻസ്ട്രുമെൻറ്റ്? തിയോഡലൈറ്റ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ ലീസ്റ്റ് കൗണ്ട് എത്രയാണ് എന്നാണ് ചോദ്യം. നമ്മൾ കുറച്ച് മുൻപേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ചെറിയ മെഷർമെൻ്റാണ്. തിയോഡലൈറ്റ് ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്ത് എടുക്കാവുന്ന ഏറ്റവും ചെറിയ മെഷർമെൻറ്റ് എത്രയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം തിയോഡലൈറ്റ് യൂസ് ചെയ്യുന്നത് ആംഗിൾസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആംഗിൾസ് മെഷർ ചെയ്യാൻ വേണ്ടി തിയോഡലൈറ്റ് യൂസ് ചെയ്യുമ്പോൾ അതിനകത്ത് ആംഗിൾസ് ആയിരിക്കും ഉണ്ടായിരിക്കുക, അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് തിയോഡലൈറ്റിൽ 2 വെർനിയേഴ്സാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഹൊറിസോണ്ടൽ ആംഗിൾസും വെർട്ടിക്കൽ ആംഗിൾസും നമുക്ക് തിയോഡലൈറ്റ് യൂസ് ചെയ്ത് മെഷർ ചെയ്യാൻ സാധിക്കും. ഫോർ ഹൊറിസോണ്ടൽ ആംഗിൾസ് റീഡിങ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് മെയിൻ സ്കെയിലാണ്. അതിനെ തന്നെയാണ് ലോവർ പ്ലേറ്റ് എന്ന് പറയുന്നത്. വെർനിയർ സ്കെയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് അപ്പർ പ്ലേറ്റിലാണ്. അങ്ങനെ 2 സ്കെയിൽസാണ് കൊടുത്തിട്ടുണ്ടായിരിക്കുക, മെയിൻ സ്കെയിൽ ആൻഡ് വെർനിയർ സ്കെയിൽ. വെർട്ടിക്കൽ ആംഗിൾസ് മെഷർ ചെയ്യാനാണെങ്കിൽ മെയിൻ സ്കെയിൽ വെർട്ടിക്കൽ സർക്കിളിലും വെർനിയേഴ്സ് ടി ഫ്രെയിമിലുമായിരിക്കും കൊടുത്തിട്ടുണ്ടായിരിക്കുക. ഹൊറിസോണ്ടൽ സർക്കിളിനെ വെർനിയർ സ്കെയിൽസ് ആൻഡ് മെയിൻ സ്കെയിൽസ് AB എന്നാണ് ഡിനോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കുക. അതുപോലെ തന്നെ വെർട്ടിക്കൽ സർക്കിളിൽ CD എന്നായിരിക്കും ഡിനോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഹൊറിസോണ്ടൽ സർക്കിളിലെ മെയിൻ സ്കെയിലിൽ 0 to 360 ഡിഗ്രി വരെ ആയിരിക്കും ഗ്രാജുവേഷൻസ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ഇതിനകത്ത് കാണിച്ചിട്ടുള്ളത് മെയിൻ സ്കെയിൽ ആൻഡ് വെർനിയർ സ്കെയിൽ റീഡിങ്സ് ആണ്. 0 മുതൽ 360 വരെ ആയിരിക്കും ഇതിനകത്ത് മെഷർമെൻറ്റ്സ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു ഡിവിഷൻ ആണ് ഇതിൽ മെയിനായിട്ട് കാണിച്ചിട്ടുള്ളത്. ഈ ഫിഗറിനകത്ത് മുകളിലുള്ളത് മെയിൻ സ്കെയിൽ റീഡിങ്ങും താഴെയുള്ളത് വെർനിയർ സ്കെയിൽ റീഡിങ്സുമാണ്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും 40 to 30 ആണ് കാണിച്ചിട്ടുള്ളത്. 40 ഡിഗ്രി to 30 ഡിഗ്രിയുടെ ഗ്രാജുവേഷൻസ് ആണ് ഈ ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. അതിനെ 10 ഡിവിഷൻസ് ആയിട്ടായിരിക്കും ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കുക. 40 ഡിഗ്രി ആൻഡ് 30 ഡിഗ്രി മാർക്ക് ചെയ്തിട്ടുള്ളത് കുറച്ച് വലിയ വരയായിരിക്കും. അതിനേക്കാൾ ചെറിയ വരയാണ് അതിൻ്റെ രണ്ടിൻ്റെ സെൻറ്ററിലായിട്ട് കാണിച്ചിട്ടുള്ളത്. അതിനേക്കാൾ ഹൈറ്റ് കുറഞ്ഞ വരകളായിട്ട് കാണിച്ചിട്ടുള്ളതാണ് 10 ഡിവിഷൻസ്. അതിൽ തന്നെ ഓരോ ഡിവിഷനെയും 3 ചെറിയ ഡിവിഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും.
അങ്ങനെയാണെങ്കിൽ മെയിൻ സ്കെയിലിൻ്റെ ലീസ്റ്റ് കൗണ്ട് എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യാൻ നോക്കാം. LC or least count equal to 1 divided by n into smallest division of the main scale, where n is the number of divisions. That is, ഇവിടെ n-ൻ്റെ വാല്യൂ വരുന്നത് 3 ആയിരിക്കും. കാരണം നമ്മൾ ഒരു ഡിഗ്രീനെ 3 പാർട്ടാക്കിയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ദാറ്റ് ഈസ് n ഈസ് ദ നമ്പർ ഓഫ് ഡിവിഷൻസ്. അതുപോലെ തന്നെ സ്മോളസ്റ്റ് ഡിവിഷൻ ഓഫ് ദ മെയിൻ സ്കെയിൽ. മെയിൻ സ്കെയിലിലെ സ്മോളസ്റ്റ് ഡിവിഷൻ എന്ന് പറയുന്നത് 60 മിനിറ്റ്സ് ആയിരിക്കും. Therefore, LC equal to 1 divided by 3 into 60 minutes. That's equal to 20 minutes. Therefore, 20 is the least count of main scale. മെയിൻ സ്കെയിലിൻ്റെ ലീസ്റ്റ് കൗണ്ടാണ് നമ്മളിപ്പോൾ ഡിഫൈൻ ചെയ്തത്. നമ്മൾ നേരത്തെ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു മെയിൻ സ്കെയിലിൻ്റെ ലീസ്റ്റ് കൗണ്ട് 20 മിനിറ്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വെർനിയർ സ്കെയിലിൽ 0 to 20 വരെ ആയിരിക്കും മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കുക. 0 to 20 വരെ നമ്മൾ മെയിൻ സ്കെയിലിൻ്റെ ഡിവിഷൻസ് പറഞ്ഞതുപോലെ തന്നെയാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. 0 to 10 വരെ അതുകൊണ്ട് തന്നെ 30 ഡിവിഷൻസ് ഉണ്ടായിരിക്കും. 10 to 20 വരെ അഗെയിൻ 30 ഡിവിഷൻസ്. അതുകൊണ്ട് തന്നെ അതിലെ നമ്പർ ഓഫ് ഡിവിഷൻസ് 60 ആയിരിക്കും. Therefore, again least count equal to 1 divided by n into smallest division of the scale. That's equal to 1 divided by 60 into 20 minutes. That is equal to 20 seconds. So, the least count is 20 seconds. ഇവിടെ നമുക്ക് കിട്ടി വെർനിയർ സ്കെയിലിൻ്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് 20 സെക്കൻഡ്സ് ആണ് എന്ന്. പക്ഷെ നമ്മുടെ ചോദ്യം ഇതൊന്നുമായിരുന്നില്ല. തിയോഡൊലൈറ്റ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ ലീസ്റ്റ് കൗണ്ട് എത്രയാണ് എന്നായിരുന്നു ചോദ്യം. മെയിൻ സ്കെയിലാണെങ്കിൽ 20 മിനിറ്റ് ആണ്, വെർനിയർ സ്കെയിലാണെങ്കിൽ 20 സെക്കൻഡ്സ് ആണ്. അപ്പോൾ നമുക്കറിയാം ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഏറ്റവും സ്മോളസ്റ്റ് ആണ് ലീസ്റ്റ് കൗണ്ടായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ മെയിൻ സ്കെയിലും ഉണ്ട്, വെർനിയർ സ്കെയിലും ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് വെർനിയർ സ്കെയിലിൻ്റെ ലീസ്റ്റ് കൗണ്ടാണ് ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ തിയോഡൊലൈറ്റ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ ലീസ്റ്റ് കൗണ്ട് 20 സെക്കൻഡ്സ്. സോ ദ ആൻസർ ഈസ് 20 സെക്കൻഡ്സ്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ അഡ്ജസ്റ്റ്മെൻറ്റ് ഡൺ ടു പ്ലേസ് ദ വെർട്ടിക്കൽ ആക്സിസ് എക്സാക്ട്ലി ഓവർ ദ സ്റ്റേഷൻ? സ്റ്റേഷൻ പോയിൻറ്റിൻ്റെ എക്സാക്റ്റ് മുകളിലായിട്ട് വെർട്ടിക്കൽ ആക്സിസ് കൊണ്ടുവരുന്ന പ്രോസസ്സിനെ എന്താണ് പറയുന്നത് എന്നാണ് ചോദ്യം. അതിനുവേണ്ടി ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് വെർട്ടിക്കൽ ആക്സിസ് എന്താണ് എന്നതാണ്. ഒരു തിയോഡൊലൈറ്റിൻ്റെ പിക്ചോറിയൽ റെപ്രസെൻറ്റേഷനാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതിൻ്റെ പ്രധാനപ്പെട്ട ആക്സിസുകളാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ദ ആക്സിസ് അബൌട്ട് വിച്ച് എ തിയോഡൊലൈറ്റ് ഈസ് റൊട്ടേറ്റഡ് ഇൻ ഹൊറിസോണ്ടൽ പ്ലെയിൻ ഈസ് കോൾഡ് ദ വെർട്ടിക്കൽ ആക്സിസ്. ഹൊറിസോണ്ടൽ പ്ലെയിനിന് തിയോഡൊലൈറ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഏത് ആക്സിസിനെ ബേസ് ചെയ്തിട്ടാണോ റൊട്ടേറ്റ് ചെയ്യുന്നത് അതിനെയാണ് വെർട്ടിക്കൽ ആക്സിസ് എന്ന് പറയുന്നത്. അതിനകത്ത് കറക്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. വെർട്ടിക്കൽ ആക്സിസ് തിയോഡൊലൈറ്റിൻ്റെ പൊസിഷൻ ഹൊറിസോണ്ടൽ ആണെങ്കിൽ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ളതാണ് വെർട്ടിക്കൽ ആക്സിസ്. വെർട്ടിക്കൽ ആക്സിസ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ആക്സിസാണ് ട്രെനിയൻ ആക്സിസ് ഓർ ഹൊറിസോണ്ടൽ ആക്സിസ്. നമ്മൾ പറഞ്ഞു വെർട്ടിക്കൽ ആക്സിസ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ
തിയോഡോലൈറ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഏത് ആക്സിസിനെ ബേസ് ചെയ്തിട്ടാണോ അതിനാണ് വെർട്ടിക്കൽ ആക്സിസ് എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ വെർട്ടിക്കൽ പ്ലെയിനിൽ ടെലിസ്കോപ്പ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഏത് ആക്സിസിനെ ബേസ് ചെയ്തിട്ടാണോ റൊട്ടേറ്റ് ചെയ്യുന്നത് അതിനെയാണ് ട്രെനിയൻ ആക്സിസ് ഓർ ഹൊറിസോണ്ടൽ ആക്സിസ് എന്ന് പറയുന്നത്. വെർട്ടിക്കൽ ആക്സിസ് എക്സാക്ട് സ്റ്റേഷൻ പോയിന്റിന് മുകളിലായിട്ട് പ്ലേസ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് സെൻട്രിങ്. സെൻട്രിങ് ചെയ്യുന്നത് ഒരു പ്ലം ബോബ് യൂസ് ചെയ്തിട്ടാണ്. തിയോഡോലൈറ്റിൻ്റെ വെർട്ടിക്കൽ ആക്സിസിൻ്റെ എലോങ് ആയിട്ട് പ്ലം ബോബ് സസ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ സെൻട്രിങ് ചെയ്യുന്നത്. പ്ലം ബോബ് സസ്പെൻഡ് ചെയ്തതിന് ശേഷം ഹെഡ് ഷിഫ്റ്റ് ചെയ്ത് കൊടുത്തിട്ടാണ് കറക്റ്റ് സ്റ്റേഷൻ പോയിന്റിൻ്റെ മുകളിലായിട്ട് വെർട്ടിക്കൽ ആക്സിസിനെ കൊണ്ടുവരുന്നത്. ആ പ്രോസസ്സിനെയാണ് സെൻട്രിങ് എന്ന് പറയുന്നത്. സോ ദ ആൻസർ ഈസ് സെൻട്രിങ്. Prepare well for the examination and thank you for watching this video.